ചെയ്യാൻ പോകുന്ന ഡൈനോക്കർ എന്ന ആനിമേഷൻ മൂവിയാണ്. അന്ന് ഇതിലൊരു റോബോട്ട് കാർ റോബോട്ടാവുന്നതൊക്കെയാണ് കഥ ബോറടിപ്പിക്കുന്നില്ല. വെൽക്കം ബാക്ക്. കഥ തുടങ്ങുന്നത് ഒരു അച്ഛനും മോനും ഒരു പിസ്സ ഷോപ്പിൽ നിന്ന് ഡെലിവറി ചെയ്യുന്നത് കാണിച്ചാണ്. എനിക്കിതൊരു പ്രശ്നമല്ല എന്ന് പറഞ്ഞ് അവൻ ഒരു സൈക്കിളിൽ വേഗം ഡെലിവറി ചെയ്യാൻ പോവുകയാണ്. പിസ്സ വേഗം അവിടെ എത്തണം, അല്ലെങ്കിൽ നിനക്ക് പോക്കറ്റ് മണി ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അച്ഛൻ വാതിലടച്ച് പിസ്സ ഷോപ്പിൻ്റെ ഉള്ളിലോട്ട് പോവുകയാണ്. അപ്പോൾ വേഗം എത്താൻ വേണ്ടിയിട്ട് അവൻ വേഗം സൈക്കിൾ ഓടിച്ചു വിടുകയാണ്. അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സ് വിളിച്ചിട്ട് ഒരു മ്യൂസിയത്തൊക്കെ ഉണ്ട്, വേഗം വാ എന്ന് വിളിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ പിസ്സ വേഗം ഇതാക്കിയിട്ട് വരാം എന്ന് പറയാം. ഇവരുടെ പേരാണ് എമിലി ജോൺ എന്നാണ് ഫ്രണ്ട്സിൻ്റെ പേര്. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഗോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തോ കണ്ടവൻ അവിടെ നിന്ന് നോക്കിയിരിക്കും. അപ്പോൾ ഒറ്റ മറിയല്. അപ്പോൾ ആ പക്ഷി ഇങ്ങനെ കാണാം. അപ്പോൾ ഒന്ന് സീക്രട്ട് പാസേജിലോട്ട് പോവാൻ. ആ പാസേജ് ഒന്ന് പുറത്ത് കിടക്കാൻ നോക്കണം. അപ്പോൾ അത് അടയുകയാണ്. എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് വേഗം നന്നായിട്ട് മുട്ടി, ഒന്നും കേൾക്കാനില്ല. അപ്പോൾ ഒരു റോബോട്ട് വാച്ച് പോലത്തെ സാധനം അവനെ മുട്ടി നിൽക്കാൻ. അപ്പോൾ ഈ റോബോട്ട് വാച്ച് എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അതുമ്മ തൊട്ടു. അപ്പോൾ വേഗം എൻ്റെ കൈമ വന്ന് അത് ഫിക്സ് അതാവും. അപ്പോൾ ഇങ്ങനെ റോബോട്ടുകൾ 3 കണ്ണുകൾ. ടറാനോ, ടൈഗർ, ബ്രസി. ഞങ്ങളാണ് ടറാനോക്കോർ, ഡൈനോക്കോർ എന്നാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെന്തെങ്കിലും ഇങ്ങനെ വന്ന് ഈ സാധനം ഞങ്ങളുടെ ഡൈനോ മാസ്റ്റർ റെക്സ് എന്ന് വിളിക്കാം. എൻ്റെ പേരെങ്ങനെ റെക്സ് എന്ന് മനസ്സിലായ ഡൈനോ മാസ്റ്റർ എന്താണെന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്ന ചോദിക്കും. ഡെലിവറി ചെയ്യാനൊരു സാധനമായി. അപ്പോൾ ഇവരാരൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആരാണെന്ന് കൃത്യമായി കാണിക്കുന്നില്ല. ആരാണത്? ഡൈനോ മാസ്റ്ററിന് പേടിയുള്ള ഒരാളായിരിക്കണം. ഡൈനോ പെറിയുടെ അനുജനാവാനാണ് സാധ്യത. എന്തോ പ്രശ്നമുണ്ട്. ഡൈനോ വാച്ചിന് എന്തോ സിഗ്നൽ വരികയാണ്. അപ്പോൾ അവിടെ ഒരു ഡൈനോക്കോറിൻ്റെ സ്പേസ്ഷിപ്പ് അവിടെ നിൽക്കുകയാണ്. ഡൈനോക്കോറിൻ്റെ സ്പേസ്ഷിപ്പ് തകർക്കണമെന്ന് പറഞ്ഞ് ഡൈനോക്കോറുകൾ പോവാൻ. അപ്പോൾ വേഗം പിടിച്ചു നിൽക്കാൻ നല്ല സ്പീഡിൽ ഒന്ന് വിടുകയാണ്. സ്പീഡെന്ന് വെച്ചാൽ അമ്മയ്ക്ക് സ്പീഡ്. ലേസർ ഗണ്ണുകൊണ്ട് വെടിവെക്കാണ്. വെടിവെച്ച് ഒരു തകർക്കാൻ പറ്റുമോ ഇല്ലയോ എന്നറിയില്ല. അപ്പോൾ അവിടെ ഇമിലിയും ജോണും കാണാം. അപ്പോൾ ജോണും ഇമിലി എന്താണ് നീ ഈ ഡൈനോ കാറിൽ വരുന്നത്? ഞാൻ ഡൈനോ മാസ്റ്ററായി എന്ന് പറയാം. അപ്പോൾ അവിടെ ഡൈനോ സ്പേസ്ഷിപ്പ് നിൽക്കുന്നതാണ്. ഡൈനോക്കോർ സ്പേസ്ഷിപ്പ് അതിന് ലേസർ കൊണ്ട് വെടിവെക്കുകയാണ്. നല്ലൊരു ഗണ്ണ് പോലെ പോവാം. ഒറ്റ പൊട്ടിത്തെറി. പിന്നെ വേഗം
ഡൈനോക്കോറുകൾ വേഗം അതിനെ ആക്രമിച്ച് താഴെയാണ്. എല്ലാം കഴിഞ്ഞെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ അത് കഴിഞ്ഞിട്ടില്ല. ഇനിയാണ് തുടങ്ങാൻ പോകുന്നത്. ഡൈനോക്കോർ സ്പേസ്ഷിപ്പ് ഡൈനോ 2022 എന്ന വലിയ ഡൈനോ റോബോട്ട്. ആ ഡൈനോ റോബോട്ട് ഭയങ്കര അലറുന്നുണ്ട്. അപ്പോൾ റെക്സ് പേടിച്ച് ഇനി എന്താ ചെയ്യുക എന്ന് പറയാം. അപ്പോൾ റെക്സ് അവന് എന്തോ ഡൈനോ വാച്ചിന് എന്തോ വരികയാണ്. അത് ഡൈനോ മാസ്റ്റർ, ന്യൂ ഓൾഡ് മാസ്റ്ററാണ് ബെറി. ഇത് പഴയ കാലത്തെ ഓൾഡ് മാസ്റ്ററാണ്. അപ്പോൾ ഇതെങ്ങനെ ഉപയോഗിക്കാമെന്ന് ചോദിക്കാനുള്ള അവൻ്റെ ആത്മാവ് റെക്സിൻ്റെ ഉള്ളിൽ കയറി. റെക്സ് പൊള്ളിയായിട്ട് വന്ന് ഡൈനോ മാസ്റ്റർ റെക്സ് എന്ന് ടെറാനോൻ്റെ ഒരു സാധനം എടുത്ത ഡൈനോ കാർട്ട് എന്നാണ് പേര്. ഡൈനോ കാർട്ട് ഉപയോഗിച്ച് അവരെ മൂന്നാളെയും ഒരു വലിയ റോബോട്ടാക്കാൻ പോവാണ്. ഭയങ്കര വലിയ റോബോട്ടാക്കാൻ പോവാണ്. ആ റോബോട്ടിനെ തകർക്കാൻ പറ്റാത്ത അത്രയും വലിയ റോബോട്ട്. അവിടെ ഡൈനോ മാസ്റ്റർ എന്ന് വിളിച്ച് ഡൈനോക്കോർ റോബോട്ട് എന്ന് അലറി വിളിച്ച് വേഗം അവർ ഒരു വലിയൊരു റോബോട്ടാവാൻ പോവാണ്. ഇതാ ഡൈനോക്കോർ റോബോട്ട് സിസ്റ്റം. അടിപൊളിയാണ്. ഇതൊക്കെ അടിപൊളിയായി കാണിക്കുന്നുണ്ട്. എഡിറ്റിങ്ങൊക്കെ ഭയങ്കര അടിപൊളിയായി കാണിക്കുന്നു. ഇതൊരു ജപ്പാനി മൂവിയാണ്. ഒറ്റ പിടിച്ചു. അവരുടെ ഫ്രണ്ട്സിനെ അറ്റാക്ക് ചെയ്യാൻ പോയപ്പോൾ ഒറ്റ അടി. ഡൈനോ മാസ്റ്റർ ആരാമാണ്. ടീച്ചർ അറ്റാക്ക് ചെയ്യാൻ പോവാണ്. ഡൈനോ റോബോട്ടിനെ അവൻ എനിക്ക് തകർക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ അവന് പറ്റുന്നില്ലത്. അവനെ ഭയങ്കര ഇടിച്ചിടിച്ച് പാർട്ടാക്കി. ഇനി എങ്ങനെ ഞാൻ ഇവിടെ തോൽപ്പിക്കുമെന്ന് ഇല്ല റെക്സ് ആലോചിക്കണം. റെക്സ് അല്ല, ബെറിയാണ് റെക്സിൻ്റെ മുകളിൽ കയറിയിട്ടുള്ളത്. അപ്പോൾ ബെറി ഒന്ന് ആലോചിച്ചതിന് ശേഷം ഒറ്റ ടൈഗറിൻ്റെ കാർഡ് ഇടാണ്. ടൈഗറിൻ്റെ കാർഡ് ഇട്ടതിന് ശേഷം ടെറാനോമായിട്ട് ടൈഗറായി. ഒറ്റ ഭയങ്കര സ്പീഡിൽ ചെന്നാൽ ഒറ്റ ഡൈനോ മാസ്റ്റർ എന്നെ ഞെട്ടിപ്പോകുന്ന ഷീൽഡ് ഇട്ട് വേഗം ടെറാനോ പിന്നെയാക്കി. അവർക്ക് അത് മരിക്കാനായെന്ന് മനസ്സിലായി. ഡൈനോ ഒരു തീയത്തിട്ട് ഒറ്റയാട്ടി അതിനെ തകർത്തൊരു ഡൈനോ കാർഡാവാൻ പോവാണ്. ഡൈനോ കാർഡ് എപ്പോഴും കിട്ടും. ഇനി ഡൈനോ കാർഡ് എന്ന് വെച്ചാൽ ഭയങ്കര പവർഫുള്ളായ കാർഡാണ്. ഡൈനോ കാർഡ് എന്ന് വെച്ചാൽ അത് പവർഫുള്ളായ ഒരു ആയുധം ഉണ്ടാക്കാനുള്ള കാർഡാണ്. പവർഫുള്ളാകുമ്പോഴേ ഇത് ആവശ്യമുള്ളപ്പോഴേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഞാനൊരു ഡൈനോ മാസ്റ്ററല്ലേ, എനിക്ക് ഇനി ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് എമിലിയോടും ജോണിനോട് സംസാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഇവൻ്റെ ഒപ്പം ജീവിച്ചു പോകാൻ പറ്റും എന്ന് ടെറാനോടും ടൈഗറിനോടും ബ്രസിനോടും പറയാൻ.
ബെറിൻ്റെ ആത്മാവ് പോയി. ടെറ പറയാണ്, നിങ്ങളാണ് ഞങ്ങളുടെ ഡൈനോ മാസ്റ്റർ, ഞങ്ങൾ പറഞ്ഞ അനുസരിക്കും, ഇനി ഡെലിവറി ചെയ്യാൻ ഇതൊക്കെ യൂസ് ചെയ്യാം, ഡൈനോ മാസ്റ്റർ ആയി ഉപയോഗിക്കാം എന്ന് പറയാം. അപ്പോൾ പിസ്സ ഡെലിവറി അവരെ ഏൽപ്പിക്കും. അവർക്ക് അത്ര സന്തോഷമില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ജോലി നിങ്ങൾ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞ് ചിരിച്ചു നിൽക്കാൻ. അപ്പോൾ ഡൈനോ മാസ്റ്ററെ ആരോ നോക്കുന്നുണ്ട്. ആരാണ്